ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. 9 ദിവസത്തെ പ്രാർത്ഥനാനുഷ്ഠാനമാണ് ഇത്. യോഹന്നാന്റെ സുവിശേഷം 19:34. എന്നാൽ പടയാളികളിൽ ഒരുവൻ വന്ന് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു പടയാളി കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി എന്ന് നമ്മൾ വചനത്തിൽ കേട്ടു. ചരിത്രം പറഞ്ഞു വയ്ക്കുക, ഈ പടയാളിയുടെ പേര് ലോങ്കീനൂസ് എന്നായിരുന്നു. ഒറ്റക്കണ്ണനായ ഒരു പടയാളി. ഈ പടയാളി വന്ന് ഈശോയുടെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് അവൻ്റെ കണ്ണിലേക്ക് വന്ന് വീണു. അവൻ്റെ അന്ധത മാറി. മുട്ടുകുത്തി അവൻ കർത്താവിനെ നാഥനും ദൈവവുമായി ഏറ്റുപറഞ്ഞു എന്നത് ചരിത്രം. പ്രിയപ്പെട്ടവരെ, പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നാണ് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം. നമ്മളത് നേടിയെടുക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ആ പടയാളിയുടെ അന്ധത മാറിയതുപോലെ പൈശാചിക നാരകീയ ശക്തികളുടെ സ്വാധീനങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തന മേഖലകളിൽ, ശുശ്രൂഷ മേഖലകളിൽ അന്ധത കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ തിരുരക്ത ജപമാല ചൊല്ലി ഈ അന്ധത മാറ്റിയെടുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജപമാല ചൊല്ലേണ്ടത് ഇപ്രകാരമാണ്. നമുക്ക് ഒരു ജപമാല ആവശ്യമാണ്. 12 മണിയുടെ ജപമാലയാണ് വേണ്ടത്. പോട്ടെ, സാരമില്ല, എല്ലാവർക്കും അത് കിട്ടാൻ പ്രയാസമാണ്. ഓർത്താൽ മതി, 12 മണി 10 ചൊല്ലിയാലും മതി, കിട്ടാൻ പ്രയാസമായതുകൊണ്ട് തന്നെ. ഓക്കെ, സാരമില്ല. അപ്പോൾ ആ ജപമാലയിൽ ചൊല്ലി കാഴ്ചവെക്കുക. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ രീതി ഒരു ചിത്രത്തിലൂടെ അച്ഛൻ വിവരിച്ചു തരാം. ഈശോയുടെ തിരുരക്ത ജപമാല ചൊല്ലേണ്ട രീതി ഇപ്രകാരമാണ്. ഒരു കുരിശടയാളം വരച്ച് ആരംഭിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, പിന്നെ ഒരു വിശ്വാസ പ്രമാണം, തുടർന്ന് ദൈവജ്ഞാനത്തിൻ്റെ സിംഹാസനവും എന്ന് തുടങ്ങുന്ന ഒരു പൊതുപ്രാർത്ഥനയുണ്ട്. പിന്നെ നമ്മൾ ചൊല്ലുന്നത് ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതി, വീണ്ടും ദൈവജ്ഞാനത്തിൻ്റെ സിംഹാസനവും എന്ന പ്രാർത്ഥന ചൊല്ലി ആദ്യ രഹസ്യം നമ്മൾ ധ്യാനിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ വലതു കൈയിൽ ആണിയടിക്കുന്നു. ഒരു കൊച്ചു ധ്യാനമുണ്ട്. അതിനുശേഷം ഈശോയുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, തുടർന്ന് ഈശോയുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന എന്ന ജപം 12 ആവർത്തി ചൊല്ലുന്നു. പിന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ത്രിത്വസ്തുതി ചൊല്ലി ദൈവജ്ഞാനത്തിൻ്റെ സിംഹാസനവും എന്ന പൊതു പ്രാർത്ഥന ചൊല്ലുന്നു. പിന്നെ 2-ാം ദിവ്യരഹസ്യം നാം ധ്യാനിക്കുന്നു. 1-ാം ദിവ്യരഹസ്യം ധ്യാനിച്ചതുപോലെ ഈ രഹസ്യവും, തുടർന്ന് 3, 4, 5 രഹസ്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ മുൻപോട്ടേക്ക് പോകുന്നു. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ചൊല്ലി ആരംഭിച്ച് ചൊല്ലുന്ന ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. തുടർന്ന് ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ലുത്തീനിയ ചൊല്ലി നമ്മൾ കാഴ്ചവെക്കുന്നു. അതേ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന ജപം ചൊല്ലി ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിനുള്ള പ്രതിഷ്ഠാജപം ചൊല്ലി തിരുരക്തത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് ഈ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നു. ഈശോയുടെ തിരുരക്ത ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ 12 എണ്ണമുണ്ട്. 1. ഇത് ചൊല്ലുന്നവർക്ക് സകലവിധ തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. 2. ഞാൻ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ കോട്ട കെട്ടി സംരക്ഷിക്കും. 3. ഞാൻ അവനെ
പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും സംരക്ഷിക്കും. 4. അവരുടെ മരണത്തിന് 12 മണിക്കൂർ മുമ്പ് എൻ്റെ തിരുരക്തം അവർ പാനം ചെയ്യുകയും തിരുശരീരം ഭക്ഷിക്കുകയും ചെയ്യും. 5. മരണത്തിന് 24 മണിക്കൂർ മുമ്പ് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ മനസ്താപം ഉണ്ടാകുന്നതിനും അവയെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാകുന്നതിനും വേണ്ടി എൻ്റെ 5 തിരുമുറിവുകളെയും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. 6. ഇതുപയോഗിച്ച് നൊവേന ചൊല്ലുന്നവർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല. അവരുടെ പ്രാർത്ഥന ഉറപ്പായി കേൾക്കപ്പെടും. 7. ഇതുവഴിയായി അനേകം അത്ഭുതങ്ങൾ ഞാൻ പ്രവർത്തിക്കും. 8. ഇതിലൂടെ ഞാൻ പല രഹസ്യ സമൂഹങ്ങളെയും തകർക്കുകയും എൻ്റെ കരുണയാൽ അനേകം ആത്മാക്കളെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. 9. ഇതുവഴിയായി അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ മോചിപ്പിക്കും. 10. ഈ ജപമാലയിലൂടെ എൻ്റെ രക്തത്തെ ബഹുമാനിക്കുന്ന ഏവരെയും എൻ്റെ വഴികൾ ഞാൻ പഠിപ്പിക്കും. 11. എൻ്റെ തിരുരക്തത്തോടും തിരുമുറിവുകളോടും കരുണയുള്ളവന് ഞാനും കരുണ കാണിക്കും. 12. ഈ പ്രാർത്ഥന മറ്റൊരാളെ പഠിപ്പിക്കുന്നവർക്ക് 4 വർഷത്തേക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. ഈ ജപമാല നമ്മൾ 9 ദിവസം ചൊല്ലി കാഴ്ചവെക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും ഓരോ വിചിന്തനങ്ങൾ അച്ഛൻ തരും. ശേഷം നമുക്ക് ജപമാല ചൊല്ലി കാഴ്ചവെക്കാം. അങ്ങനെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നേടിയെടുക്കാം. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തുള്ളികളാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ. ഈശോയുടെ തിരുരക്തം നമുക്ക് സംരക്ഷണ കവചമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.